പ്രിയപ്പെട്ടവരെ, ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ എന്ന പ്രദേശത്താണ്. മുണ്ടൂരിലെ പാലക്കീഴ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രശസ്തമായ കളിയാണ് കുമ്മാട്ടിക്കളി. ഇത് ഇന്ന് പാലക്കാടിൻ്റെ സാംസ്കാരിക ഉത്സവമായി മാറിയിരിക്കുന്നു. പോകാം കാഴ്ചകളിലേക്ക്. പാലക്കാട് നിന്നും 12 കിലോമീറ്ററാണ് മുണ്ടൂർക്കുള്ള ദൂരം. ഇവിടെ നിന്ന് വലത്തോട്ട് മണ്ണാർക്കാട് പെരിന്തമണ്ണിലേക്കും ഇടത്തോട്ട് തിരിഞ്ഞാൽ ചെർപ്പളശ്ശേരിയിലേക്കും പോകാം. 2026 മാർച്ച് 26-ാം തീയതിയായിരുന്നു ഇവിടുത്തെ കുമ്മാട്ടിവേല. ആ ദിവസം എനിക്ക് ക്ഷേത്രത്തെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അത്ര തിരക്കായിരുന്നു ഈ ഭാഗം. അതുകൊണ്ട് തന്നെ തിരക്ക് കുറഞ്ഞ ദിവസമാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം ഇതാണ്. ഈ വരുന്ന റോഡ് ഒലവക്കോട്ടേക്കും മലമ്പുഴയ്ക്കും പോകാൻ കഴിയും. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പ്രത്യേക ചരിത്രരേഖകൾ ഒന്നും തന്നെയില്ല. എന്നാൽ 100 കണക്കിന് വർഷത്തെ പാരമ്പര്യം നാട്ടുകാർ അവകാശപ്പെടുന്നു. ഈ പ്രദേശത്തിൻ്റെ പ്രധാന ജീവിതമാർഗം കൃഷിയാണ്. ഇവിടെ കൂടുതലായി നെല്ല്, തെങ്ങ്, വാഴ, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യുന്നു. കേരളത്തിലെ കുമ്മാട്ടിക്കളി നടക്കുന്ന പ്രധാന ക്ഷേത്രമാണിത്. ജന്മികുടിയാൻ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് ജന്മിമാർ കുടിയൻ സ്ത്രീകളോട് വയലിലെ കൃഷിസ്ഥലങ്ങളിൽ വെച്ച് അതീതി പ്രവർത്തിച്ചിരിക്കാം. ആ സ്ത്രീകളുടെ സംരക്ഷണത്തിനായി അവതരിച്ചതാണ് പാലക്കീഴ് ഭഗവതി എന്നാണ് വിശ്വാസം. ആദ്യകാലത്ത് ഇതൊരു കാവായിരുന്നു. ഭഗവതിയെ തൊഴുത് പുറത്തിറങ്ങി ആളും ആരവവും കെട്ടടങ്ങിയിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ ഗ്രാമാന്തരീക്ഷം നിലനിൽക്കുന്ന ക്ഷേത്രം. ഭക്തിയുടെയും പാരമ്പര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മനോഹരമായ സംഗമസ്ഥാനം. ഞാനിതിലേ നടക്കുകയാണ്. ഇവിടുത്തെ പ്രധാന ആചാരകലയാണ് കുമ്മാട്ടിക്കളി. പുല്ലും ഇലകളും കൊണ്ടുണ്ടാക്കിയ വേഷവും ധരിച്ച് മരത്തിൽ കൊത്തിയെടുത്ത മുഖംമൂടിയും അണിഞ്ഞ് ഗ്രാമം ചുറ്റി കുമ്മാട്ടികൾ താളത്തിനൊപ്പം നൃത്തം ചെയ്യുന്നു. കേരളത്തിലെ ഒരു പുരാതന നാടോടി കലാരൂപമാണ് കുമ്മാട്ടിക്കളി. മുണ്ടൂർ ടൗണിൽ നിന്നും 2 കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക്. നമ്മൾ ആദ്യം കണ്ട മുണ്ടൂർ ടൗണാണിത്. ഇന്നിത് കുമ്മാട്ടിക്കളി മാത്രമല്ല, ഇത് പല പല കലാരൂപങ്ങളുടെ ഒരു സാംസ്കാരിക ഘോഷയാത്രയായി വ്യത്യാസം വന്നിരിക്കുന്നു. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 12 മണി വരെ നീളുന്ന വിവിധ ഫ്ലോട്ടുകളുടെ ഘോഷയാത്ര. സ്റ്റേറ്റ് ഹൈവേ SH38 4 മണിയോടുകൂടി അടയ്ക്കപ്പെടുന്നു. പിന്നെ റോഡ് നിറയെ ആളും ആരവങ്ങളുമായി. നോക്കൂ, വർണ്ണാഭമായ കുമ്മാട്ടികളുടെ വരവ് തുടങ്ങി. പഴയ കാലത്ത് പച്ചില, പുല്ല്, മരം കൊണ്ടുള്ള മുഖംമൂടി അല്ല ഇന്നുള്ളത്. ഓരോ ദേശക്കാരും മുഖംമൂടി അണിഞ്ഞ് കുമ്മാട്ടികളുമായി റോഡിലേക്ക് ഇറങ്ങുന്നു. കുമ്മാട്ടികൾക്കൊപ്പം വാദ്യോപകരണങ്ങളും സംഗീതവും താളമേളത്തോടെ നൃത്തം ചെയ്യുന്നു. ഓരോ ദേശക്കാരും പരസ്പരം മത്സരിക്കുന്നു. വളരെയധികം സ്നേഹവും സന്തോഷവും തരുന്നതുമായ കൂട്ടായ്മ. ഈ ഘോഷയാത്ര കാണാൻ പാലക്കാട് ജില്ലയിലെ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്നു. കാഴ്ചകളുടെ രാജാവ് എന്നും ഗജവീരൻ തന്നെയാണ്. നോക്കൂ, നെറ്റിപ്പട്ടവും തിടമ്പുമേന്തിയ ഗജവീരനെ. ഇവിടുത്തെ നൃത്തത്തിന് പ്രായഭേദമില്ല. ചെറിയ കുട്ടികൾ മുതൽ വയസ്സന്മാർ വരെ താളം ചവിട്ടും. ഓരോ ദേശക്കാരും അവരുടെ സാമ്പത്തികത്തിനനുസരിച്ച് നാട്ടിൽ പിരിവ് നടത്തും. കിട്ടുന്നതനുസരിച്ചാണ് അവർ ഘോഷയാത്രയിലെ ഐറ്റം നിശ്ചയിക്കുന്നത്. ഈ പൂക്കളുടകളുടെ സൗന്ദര്യം നോക്കൂ. മുണ്ടൂർ ഒരു ചെറിയ ഗ്രാമം മാത്രമാണ്. 30,000 ആളുകൾ താമസിക്കുന്ന മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത്. ഇതൊരു സമതല പ്രദേശമാണ്. ഇവിടുത്തെ ആളുകൾ സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒരുമയോടെ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയിൽ ജീവിക്കുന്നു. കുമ്മാട്ടിവേലയുടെ ദിവസം അവരൊന്നിച്ച് സന്തോഷത്തോടെ ആനന്ദ നൃത്തം ചെയ്യുന്നു. ഒരു കാലത്ത് മുണ്ടൂർ ഗ്രാമം മുഴുവൻ കാടായിരുന്നു. ആ സമയത്ത് ജന്മികുടിയാൻ വ്യവസ്ഥിതി നിലനിന്നിരുന്നു. ഭൂമി മുഴുവനും ജന്മിമാർക്കും അവിടെ പണിയാളുകൾമാരായിരുന്നു കുടിയന്മാർ. അന്ന് ഗ്രാമത്തെ രോഗങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കാൻ അവതരിച്ചതാണ് ഭഗവതി. ഭഗവതിക്ക് സന്തോഷം കൊടുക്കുന്ന കളിയാണ് കുമ്മാട്ടിക്കളി. ഇപ്പോൾ കാണുന്ന ഈ മനോഹര കാഴ്ചകൾ പഴയ കാലത്തിൻ്റെ മാത്രമല്ല, ആധുനികതയും മുണ്ടൂരിൻ്റെ ഹൃദയത്തിലേക്ക് ആവഹിക്കപ്പെട്ടിരിക്കുന്നു. വർണ്ണക്കടലാസുകൾ ആകാശത്തേക്ക് വാരി വിതറുന്ന കോൺഫെറ്റി മെഷീൻ. ഇത് ഉത്സവത്തിന് ആവേശം ഇരട്ടിയാക്കുന്നു. ഒരു ദേശത്തിൻ്റെ കുമ്മാട്ടികൾ വരുമ്പോൾ അവർ മറ്റൊരു ദേശത്തിന് വെല്ലുവിളിക്കുന്നു. ബാനറുകൾ പൊക്കിപ്പിടിക്കുന്നു. അവരുടെ ബന്ധുക്കളും കുടുംബക്കാരും ഈ ഉത്സവത്തിന് ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേരും. ഇത് നാടിൻ്റെ ഒത്തുചേരൽ മാത്രമല്ല, കുടുംബത്തിൻ്റെയും ഒത്തുചേരലാണ്. നമ്മുടെ പഴയ റെക്കോർഡ് ഡാൻസിൻ്റെ ഒരു രൂപമാണ്.
സ്ത്രീവേഷം കെട്ടിയിരുന്നത് അന്ന് ആൺകുട്ടികളായിരുന്നു. കാലം മാറി. പെൺകുട്ടികളെ മാറ്റി നിർത്തി അടുക്കളയിൽ തളച്ച കാലമല്ലിത്. കാളക്കോലങ്ങൾ, അതിൻ്റെ വർണ്ണാഭമായ കാഴ്ച. കുമ്മാട്ടി എന്ന് പറയുന്നത് മുഖാവരണം ധരിച്ച് ശരീരം മുഴുവനും ഇലകളും പുല്ലുകളും കൊണ്ട് അലങ്കരിച്ച് വീടുകൾ തോറും പോയി നൃത്തം ചെയ്ത് ആളുകളെ രസിപ്പിക്കുന്ന കലാരൂപമായിരുന്നു. പണ്ട് കുമ്മാട്ടി വേഷം കെട്ടുന്ന കലാകാരന്മാർ മുണ്ടൂരിൽ ധാരാളമുണ്ടായിരുന്നു. ഇന്നിത് ഒരു ജനകീയ കൂട്ടായ്മയാണ്. കുട്ടികൾ ഡാൻസ് കളിക്കുന്നു. കൂടെ ആധുനിക സൗണ്ട് സിസ്റ്റം, വെളിച്ചത്തിൻ്റെ മാസ്മരികത, മനസ്സിൽ താളം ചവിട്ടാൻ തോന്നുന്ന അന്തരീക്ഷം. നെറ്റിപ്പട്ടവും തിടമ്പും ഹാരവും അണിഞ്ഞ ഗജരാജൻ, അവൻ്റെ വരവ് അത് ആരെയും ആവേശത്തിലാക്കും. പാലക്കീഴ് ഭഗവതിയുടെ നടയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരം മുണ്ടൂർ ടൗണിലെ കൂട്ടുപാതയിലെത്തി ഘോഷയാത്ര മടങ്ങും. അതിനുള്ള യാത്രയിലാണ്. ഞാൻ നിൽക്കുന്നത് മുണ്ടൂർ ടൗണിലാണ്. വ്യത്യസ്തമായ കുമ്മാട്ടികൾ കാഴ്ചയുടെ വർണ്ണമേളം തീർക്കുകയാണിവിടെ. ശബ്ദതാണ്ഡവം സഹിക്കാതാനാവാതെ ചിലർ ചെവി പൊത്തിപ്പിടിക്കുന്നു. ഗ്രാമത്തിൻ്റെ വഴികളിലൂടെ, വയൽവരമ്പിലൂടെ, കാവുകൾ താണ്ടി കുട്ടികളെ ഭയപ്പെടുത്തി ദേവീപ്രസാദത്തിനായി നടന്നിരുന്ന കുമ്മാട്ടി അവർ അപ്രത്യക്ഷമായിരിക്കുന്നു. പകരം മുണ്ടൂർ നിവാസികൾ മുഴുവനും ഇന്ന് കുമ്മാട്ടികളാകുന്ന കാഴ്ച. ഓരോ ദേശക്കാരും അവരുടെ കുമ്മാട്ടികൾക്ക് ചേർന്ന വാദ്യോപകരണങ്ങൾ സെലക്ട് ചെയ്യും. ചെണ്ട, ഇലത്താളം, തിമില, കുറുങ്കുഴൽ, മദ്ദളം, അങ്ങനെ വ്യത്യസ്തമായവ. പാലക്കാട് പ്രദേശങ്ങളിൽ പൂരകാലമാകുന്നതോടെ എവിടെ നിന്നാലും വാദ്യോപകരണങ്ങളുടെ ശബ്ദം ശ്രവിക്കാനാവും. മനുഷ്യരെയും ദൈവത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് വാദ്യോപകരണങ്ങൾ. മേളത്തിൻ്റെ ശബ്ദം ഉയരുമ്പോൾ ആളുകളുടെ ഹൃദയം തുടിക്കുന്നു. അവർ അറിയാതെ ഈശ്വരൻ്റെ മുന്നിൽ നൃത്തം ചവിട്ടുന്നു. വർണ്ണവിസ്മയം തീർക്കുന്ന ഈ കോലക്കാഴ്ചകൾ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുമാണ് കേരളത്തിൽ എത്തുന്നത്. കേരളത്തിൻ്റെ അതിർത്തി ജില്ല മാത്രമല്ല പാലക്കാട്, തമിഴ്നാട്ടിലേക്കുള്ള ഒരു വാതായനം കൂടിയാണ്. പാലക്കാട് സംസ്കാരത്തിൽ തമിഴ്നാടിൻ്റെ സ്വാധീനതമുണ്ട്. പൂക്കൂടകളും അമ്മൻകുടകളും ഒക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. എല്ലാ ഉത്സവ പറമ്പുകളെയും പോലെ ഇവിടെയും റോഡിൻ്റെ ഇരു സൈഡിലും കച്ചവടം നടക്കുന്നു. ഉത്സവ പറമ്പുകളിലെ കച്ചവടം കൊണ്ട് തന്നെ പല പല കുടുംബങ്ങൾ ഉപജീവനം നടത്തുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉത്സവ പറമ്പിലെ നിന്നും വാങ്ങുന്നവ ഓർമ്മകളിൽ മായാതെ കിടക്കും. അവയെ കാണുമ്പോൾ തന്നെ പ്രത്യേകമായ ഒരു സന്തോഷം തോന്നും. കണ്ണിൽ രുദ്രഭാവം, ശരീരം മുഴുവനും ഭസ്മം പൂശി ജടാധാരിയായ ശിവന്റെ താണ്ഡവ നൃത്തം കാണികളെ മുഴുവൻ ആകർഷിച്ച ഒരു കുമ്മാട്ടിക്കളിയാണ്. ഉത്സവകാലത്ത് ഗ്രാമം മുഴുവനും ഒരു കുടുംബമാകുന്നു. കുമ്മാട്ടി പോലുള്ള കലാരൂപങ്ങൾ ദേവിയുടെ അനുഗ്രഹത്തിനായുള്ള സമർപ്പണമാണ്. പഴയകാലത്ത് ദേവിയുടെ കോപം മനുഷ്യരുടെ മേൽ പതിയാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തിരുന്നത്. റോഡിൻ്റെ നടുവിൽ വൃത്തത്തിൽ തീയിട്ട് അവർ താണ്ഡവ നൃത്തമാടുന്നു. കുമ്മാട്ടിക്കളി ഒരു തമാശയല്ല. ഇത് 100 കണക്കിന് വർഷത്തെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. മുഖാവരണങ്ങൾ മനുഷ്യൻ്റെ വിവിധ രൂപങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ പല മുഖങ്ങളുണ്ടെന്നും അവയോട് നമ്മൾ പൊരുത്തപ്പെടണം എന്നുള്ളതും തന്നെയാണ്.
ഇത് വെറുമൊരു ഉത്സവമല്ല, ഒരു ജനതയുടെ ഓർമ്മയാണ്, ഒരു സംസ്കാരത്തിൻ്റെ ശ്വാസമാണ്. കാലം മാറിയാലും മുണ്ടൂർ എന്ന ഗ്രാമത്തിൽ ഇത് വർഷാവർഷം ആചരിക്കപ്പെടുന്നു. ഈ പൈതൃകത്തെ നിലനിർത്തേണ്ടത് എല്ലാ കേരളീയൻ്റെയും കടമയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.